എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് 2.0 സ്വാഗതം. ആദ്യത്തെ സുരാജ് വ്ളോഗിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ പുതിയ ചാനലാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശനീശ്വരൻ്റെ കുറച്ച് അനുഗ്രഹം കിട്ടുന്ന കുറച്ച് നക്ഷത്ര ജാതരുണ്ട്, അവരെ കുറിച്ചിട്ടാണ് പറയുക. പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശാന്തി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ തിരുമേനി എന്താണ് പറയുന്നത്, നിങ്ങൾ പൊട്ടത്തട്ടി വിളിച്ച് പറയണം എന്താണെന്ന് വിളിച്ചോ ചിന്തിക്കരുത്. പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒരു ഇതനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ ശനി മാറിയത് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ അതിനുശേഷം ശനി മാറിയത് ഏപ്രിലല്ല, മാർച്ച് ലാസ്റ്റ് 30 ആയപ്പോൾ ശനി മാറിയിട്ടുണ്ട്. മാർച്ച് 29, മാർച്ച് 30 മാറിയിട്ടുണ്ട് ശനി. അപ്പോൾ ശനി മാറിയതും ഇനിയിപ്പോൾ മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. വ്യാഴം മാറിക്കഴിഞ്ഞു. അപ്പോൾ ശനി മീനൻ രാശിയിലുണ്ട്. അതുപോലെ തന്നെ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ കേന്ദ്രഭാവങ്ങളിലായിട്ടാണ് വരുന്നത്. ഒരു വർഷക്കാലമായിരിക്കും വ്യാഴത്തിൻ്റെ ഇതുണ്ടാവുക. അപ്പോൾ അതായത് 2025 മെയ് 14 മുതൽ 2026 മെയ് മാസം വരെ വ്യാഴം ഈ മിഥുന രാശിയിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചില നക്ഷത്ര ജാതർക്ക് നല്ല വിധത്തിലുള്ള നല്ല ദോഷങ്ങളൊക്കെ ഉണ്ട്. ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. അക്ഷരപത്രത്തൊക്കെ വരുന്നത് ശ്രമിക്കുക. നല്ലൊരു സമയമൊക്കെ വരുന്ന കുറച്ച് നക്ഷത്രമുണ്ട്. വിവാഹയോഗം, സാമ്പത്തിക രോഗാതുരിതങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച, അതുപോലെ തന്നെ ജോലി സംബന്ധമായ സ്ഥാനക്കയറ്റം, നമ്മൾ വിദേശയാത്ര, അതുപോലെ ഈ വീട് പണിയുക, വാഹനങ്ങളെടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ശനീശ്വരൻ്റെ ഇത് ചെയ്യും. നമ്മൾ ജാതകം കുറിക്കുമ്പോൾ ആദ്യം വരുന്നത് ശനി എവിടെയാണെന്നാണ് എഴുതുക. അപ്പോൾ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദേവനാണ് ശനി. അപ്പോൾ വ്യാഴം കൂടെ പ്രസാദിച്ച് നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് സമയമൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ നക്ഷത്ര ജാതരെ കുറിച്ചിട്ട് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണോ ഇതുള്ളത് അതനുസരിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. നമ്മൾ പഞ്ചാംഗമൊക്കെ എടുത്ത് വെച്ച് നല്ലൊരു രീതിയിൽ നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പറയണത്. പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ തെറ്റുണ്ടെങ്കിലൊക്കെ ജ്യോത്സ്യന്മാരായിട്ടുള്ളവരൊക്കെ കേൾക്കുകയാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി തരിക. യാതൊരു വിഷയവുമില്ല. നമ്മൾ ഈ പഞ്ചാംഗമൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നക്ഷത്ര ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൻ രാശിയിൽപ്പെട്ട പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകമാണ്. അപ്പോൾ നമ്മൾ പഞ്ചാംഗം വരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് സർവ്വതത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഭഗവാൻ ശനീശ്വരനോട് ശരിക്കും പ്രാർത്ഥിക്കുക. വ്യാഴത്തിൻ്റെ അധിപനാരാണ്? മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി ഭഗവാന് തുളസിമാലയൊക്കെ സമർപ്പിക്കുക. നല്ല ഐശ്വര്യത്തിലേക്കൊക്കെ വരും. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജാതകപ്രകാരം കറക്റ്റായിട്ട് നോക്കുക. ഉത്തമനായിട്ട് ജ്യോതിഷനെ കണ്ടിട്ട്. അടുത്തത് വരുന്നത് മകരത്തിലെ 3/4 ഭാഗവും അരഭാഗവും തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രജാതരാണ്. മിഥുനക്കൂറിൽപ്പെട്ട വ്യാഴം മാറുന്ന രാശിയായ മിഥുനക്കൂറിൽപ്പെട്ട രാശിക്കാരാണ് മകരം, തിരുവാതിര, പുണർദം. മകരം അരയും തിരുവാതിരയും മുക്കാലും ചേർന്ന മിഥുനക്കൂറുകാർക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും സർവ്വ അഭിഷ്ടങ്ങളും നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ വ്യാഴത്തിനും ശനീശ്വരനും പ്രധാനമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടക്കുക. വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത കൂറുകാരാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്ര ജാതകർ. അതായത് കന്നിക്കൂറ് ജാതകർക്ക് നല്ല സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടൊക്കെ നടത്തുക. അതുപോലെ തന്നെ ശനീശ്വരൻ പ്രധാനമായിട്ടുള്ള വഴിപാടൊക്കെ നടത്തുക, ശനിപ്രീതി വരുത്തുക. അപ്പോൾ ഈ നക്ഷത്ര ജാതർ ഞാൻ പൊതുഫലമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജാതകം ഒത്തു നോക്കിയിട്ട് വേണം ജാതകത്തിൽ ശനി എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തമമായിട്ട് ജ്യോത്സ്യനെ കണ്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നക്ഷത്ര ജാതരാണ് ധനുക്കൂറിൽപ്പെട്ട
മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രജാതർ അവർക്കും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളുടെ ഒരു സമയ കാലഘട്ടമാണ്. സർവ്വവിഘ്നങ്ങളൊക്കെ തീർന്നു, രോഗാദുരിതങ്ങളൊക്കെ തീർന്നു. കുറേ കാലമായിട്ട് കിടപ്പ് രോഗികളായിട്ടിരുന്നവർക്കൊക്കെ സർവ്വത്തിലുള്ള രോഗമുക്തിയൊക്കെ നേടുന്നതിനൊക്കെ സമയമാണ്. അപ്പോൾ നിങ്ങളത് നടന്നില്ലെങ്കിൽ നിങ്ങൾ ജ്യോതിഷനെ കണ്ട് ജാതകം നോക്കുക. നിങ്ങളും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നെയ്വിളക്ക്, മാല, തുളസിമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ധനുക്കൂറ് പറഞ്ഞു. ഇനി അടുത്തത് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള നക്ഷത്രജാതരാണ്. ഇവർക്കും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ. ഇടവക്കൂറിൽ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അരയും ചേർന്ന നക്ഷത്രജാതരാണ് ഇടവക്കൂറിലുള്ളത്. അപ്പോൾ ഇവർക്കും നല്ലൊരു സമയമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനോട് വേണ്ടി പ്രാർത്ഥിക്കുക. തുളസിമാലയൊക്കെ സമർപ്പിക്കുക. ഭഗവാൻ ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട്. അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാൽഭാഗവും അതുപോലെ പൂയം, ആയില്യ നക്ഷത്രക്കാർക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പിന്നെ അടുത്ത കൂറുകാരാണ് വൃശ്ചികക്കൂറ്. വിശാഖത്തിൽ കാൽഭാഗവും പിന്നെ അതുപോലെ അഞ്ചാം തൃക്കേട്ട നക്ഷത്രത്തിൽ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് വൃശ്ചിക രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ കുഴയെടുത്ത് പാലഭിഷേകം നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ തുലാം കൂറിൽപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അനുഗ്രഹം വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാക്കൂറിൽ പറയുന്നത് ചിത്ര, മുക്കാൽ, അതുപോലെ തന്നെ ചിത്രകാല്, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രജാതരാണ്. അപ്പോൾ കാൽഭാഗം, അതായത് ചിത്തിരകാല്, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രജാതരാണ് തുലാക്കൂറിൽപ്പെട്ട. ഇവർക്കാണ് സർവ്വവിധത്തിലുള്ള ദോഷങ്ങൾ മാറി സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ അഭിഷ്ടതകളും എല്ലാം നിറഞ്ഞൊരു സമയമാണ്. ഇവർക്ക് ജനിച്ച സമയം അനുസരിച്ചിട്ടുള്ള ഇപ്പം നമ്മൾ ശനി ജനിച്ചപ്പോൾ ദോഷകാരകമായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ, അതായത് അതായത് ജന്മശനി ഉണ്ടായിരുന്നവരാണെങ്കിൽ അവർക്ക് ദുരിതം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സമയത്താണ് ശനി നമ്മൾ ജനിക്കുമ്പോൾ നല്ല സ്ഥലത്താണ് നിന്നിരുന്നതെങ്കിൽ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. നോക്കുമ്പോൾ നമ്മൾ ജാതകത്തിൽ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാനായിട്ട് ഈ തുലാം രാശിപ്പെട്ട നക്ഷത്രജാതർ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഒരുപോലെ ദർശനം നടത്തണം. ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ധാരയും മുൻവിളക്കൊക്കെ നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്വിളക്ക്, തുളസിമാലയൊക്കെ നടത്തുക. നിങ്ങളുടെ ജന്മനക്ഷത്രം തോറും പക്കപ്പിറന്നാളെന്ന് പറയും, എല്ലാ മാസത്തിലും വിശാഖ നാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചോതി നാൾ വരുന്ന അല്ലെങ്കിൽ ചിത്ര നാൾ വരുന്നവരൊക്കെ പോയിട്ട് ചെയ്യുക. അപ്പോൾ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ.